നമസ്കാരം. ആദ്യം നമുക്ക് ഈ ചിത്രത്തിൽ നിന്ന് തുടങ്ങാം. ഇറാനിൽ നിന്നുള്ള ചിത്രമാണ്. ഒരു പ്രൈമറി സ്കൂളിൽ US-ഉം ഇസ്രായേലും നടത്തിയ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ട നിരപരാധികളായ 160-ലധികം പെൺകുട്ടികൾക്കായി കുഴിക്കുന്ന ഖബറുകളാണിത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി സോഷ്യൽ മീഡിയയിൽ ഈ ചിത്രം പങ്കുവച്ചുകൊണ്ട് ഇങ്ങനെയാണ് കുറിച്ചത്. അവരുടെ മൃതദേഹങ്ങൾ കീറിമുറിഞ്ഞിരിക്കുന്നു. മിസ്റ്റർ ട്രംപ് വാഗ്ദാനം ചെയ്ത രക്ഷ യഥാർത്ഥത്തിൽ ഇങ്ങനെയാണ്. ഗാസ മുതൽ മിനാബ് വരെ നിരപരാധികൾ ക്രൂരമായി കൊല്ലപ്പെടുന്നു. അബ്ബാസ് അരാഗ്ചി കുറിച്ചത് അങ്ങനെയാണ്. ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ഈ ചിത്രം നിങ്ങളെ കാണിക്കാൻ ഒരു അടിസ്ഥാന കാരണമുണ്ട്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിരപരാധികളായ മനുഷ്യർ കൊല്ലപ്പെടുന്നു. അവിടെ നമുക്കെന്ത് കാര്യം എന്ന് അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ചോദിക്കാറുള്ള ചില ആളുകളുണ്ട്. ആ ആളുകൾക്ക് മറുപടി അതത് രാജ്യത്തിൻ്റെ നേതൃത്വങ്ങൾ നൽകാറുണ്ട്. എങ്ങനെ? ലോകത്ത് എവിടെയും ഉള്ള ആൾ നമ്മുടെയും സഹോദരങ്ങളാണ്, ആഗോള പൗരന്മാരാണ് നമ്മൾ എന്നുള്ള സങ്കല്പം പങ്കുവെച്ചുകൊണ്ടുള്ള ഇന്ത്യ ഭരിച്ച എക്കാലത്തെയും നേതൃത്വങ്ങളെല്ലാം അത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പ്രധാനമന്ത്രിമാർ, പ്രസിഡന്റുമാർ, നെഹ്റു മുതൽ ഇങ്ങോട്ടുള്ള നമ്മുടെ ദേശീയ നേതൃത്വം ഒന്നാകെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇറാനിൽ ഏകപക്ഷീയമായി അമേരിക്കയും ഇസ്രായേലും നടത്തിയ ഈ അതിക്രമത്തിന് എതിരായി ഇന്ത്യയുടെ പരമ്പരാഗതമായ വിദേശ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു വാക്ക് നമ്മുടെ പ്രധാനമന്ത്രിയോ ഇന്ത്യയോ പറഞ്ഞോ? ഒരു രാജ്യത്തിൻ്റെ, ഒരു പരമാധികാര രാജ്യത്തിൻ്റെ തലവനെ മറ്റൊരു രാഷ്ട്രം നേതൃത്വം നൽകുന്ന സേന കടന്നു കയറി കൊന്നപ്പോൾ അതിനെതിരെ ഒരു അനുശോചന സന്ദേശം അതിനെ അപലപിച്ചുകൊണ്ട് നമ്മൾ നടത്തിയോ? നമ്മൾ എന്താണ് നടത്തിയത്? ആ ആക്രമണത്തിന് നേതൃത്വം നൽകിയ ആളുകൾ നമുക്ക് നൽകുന്ന പ്രശംസാ വാചകങ്ങൾ ആവർത്തിച്ച് ഉരുവിട്ടു. ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ക്രൂരമായ ചിരി നമ്മുടെ സൗഹൃദത്തിൻ്റെ അടയാളമായി നമ്മൾ കൊട്ടിഘോഷിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ഇന്ത്യ ഗവൺമെൻറ്റോ ഈ നീക്കത്തെ അപലപിക്കാൻ പേടിച്ച് മുട്ടുവിറക്കുകയാണോ എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് സോണിയാഗാന്ധി നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് നരേന്ദ്രമോദിയെ വിമർശിച്ചുകൊണ്ട് ഒരു വിശദമായ കുറിപ്പ് എഴുതിയത്. ദ ഇന്ത്യൻ എക്സ്പ്രസിൽ സോണിയാഗാന്ധി എഴുതിയ കുറിപ്പിൻ്റെ മലയാളം തർജ്ജമയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത്. സോണിയ എഴുതുന്നു: മാർച്ച് 1-ന് ഇറാൻ തൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള സയ്യിദ് അലി ഹുസൈനി ഖൊമേനി തലേ ദിവസം അമേരിക്കയും ഇസ്രായേലും നടത്തിയ ക്രൂരമായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളുടെ നടുവിൽ ഒരു രാജ്യത്തിൻ്റെ നേതാവിനെ ഇല്ലാതാക്കുന്നത് സമകാലീന അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ ഭീകരമായ വിള്ളലാണ്. എന്നാൽ ഈ ഞെട്ടിക്കുന്ന സംഭവത്തിനപ്പുറം ന്യൂഡൽഹിയുടെ ധിക്കാരപൂർവമായ മൗനം കൂടുതൽ ക്രൂരമായി തെളിഞ്ഞു നിൽക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ് ഈ കൊടും കൊലയെയോ ഇറാൻ്റെ പരമാധികാരത്തിൻ്റെ നഗ്നമായ ലംഘനത്തെയോ ശക്തമായി അപലപിക്കാൻ മടിക്കുന്നു. തുടക്കത്തിൽ US ഇസ്രായേൽ സഖ്യത്തിൻ്റെ വൻതോതിലുള്ള ആക്രമണത്തെ അവഗണിച്ച് പ്രധാനമന്ത്രി UAE-യിൽ നടന്ന ഇറാൻ്റെ പ്രതികരണ ആക്രമണത്തെ മാത്രം അപലപിച്ചു. അതിനു മുമ്പുള്ള ക്രൂരമായ പരമ്പരകളെ ഒട്ടും പരാമർശിക്കാതെയായിരുന്നു അത്. പിന്നീട് വലിയ ആശങ്കയെക്കുറിച്ചുള്ള പൊള്ളയായ വാക്കുകളും നയതന്ത്ര മുദ്രാവാക്യങ്ങളും മാത്രം. ഇതേസമയം ഇസ്രായേലും അമേരിക്കയും ആരംഭിച്ച പ്രകോപനരഹിതമായ വൻ ആക്രമണങ്ങൾക്ക് മുമ്പ് തന്നെ അത്തരം ചർച്ചകൾ നടക്കുകയായിരുന്നു. വിദേശ നേതാവിൻ്റെ ടാർഗറ്റഡ് വധം നമ്മുടെ രാജ്യത്ത് നിന്ന് പരമാധികാരത്തിൻ്റെയോ അന്താരാഷ്ട്ര നിയമത്തിൻ്റെയോ ഉറച്ച പ്രതിരോധം വരുത്താതിരിക്കുമ്പോൾ, നിഷ്പക്ഷതയെ ത്യജിച്ച് മൗനം പാലിക്കുമ്പോൾ ഇത് നമ്മുടെ വിദേശ നയത്തിൻ്റെ ദിശയെയും വിശ്വാസ്യതയെയും കുറിച്ച് ഗുരുതരമായ പ്രതിഷേധം ഉയർത്തുന്നു. ഈ മൗനം നിഷ്പക്ഷമല്ല, അത് അപലപനീയമായ കീഴടങ്ങലാണ്. നടന്നുകൊണ്ടിരിക്കുന്ന നയതന്ത്ര പ്രക്രിയയ്ക്കിടയിൽ യുദ്ധപ്രഖ്യാപനമില്ലാതെ നടത്തിയ ഈ കൊലപാതകം ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിൻ്റെ ആത്മാവിലേക്കാണ് തുളച്ചു കയറിയത്. അത് ഏതൊരു രാഷ്ട്രത്തിൻ്റെയും ഭൂപ്രദേശ സംരക്ഷണത്തിനോ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിനോ എതിരായ ബലപ്രയോഗത്തെ തീർത്തും നിരോധിക്കുന്ന ആർട്ടിക്കിളാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ഇത്തരം ക്രൂരകൃത്യങ്ങളുടെ എതിർപ്പ് പ്രകടിപ്പിക്കാതിരിക്കുന്നത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുടെ അപജയത്തെ സാധാരണവൽക്കരിക്കാൻ വഴിയൊരുക്കുന്നു. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. പ്രദേശത്തെ അസ്വസ്ഥതയെ കൂടുതൽ തീവ്രമാക്കുന്നത് ഈ സമയമാണ്. കൊലപാതകത്തിന് വെറും 48 മണിക്കൂറുകൾക്ക് മുമ്പ് ഗാസയിലെ സംഘർഷം ആഗോളതലത്തിൽ തന്നെ പ്രതിഷേധങ്ങൾ ഉയർത്തുന്നതിനിടയിലും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള അസംഖ്യം സിവിലിയൻ മരണങ്ങൾക്കിടയിലും ഇന്ത്യൻ പ്രധാനമന്ത്രി തൻ്റെ ഇസ്രായേൽ സന്ദർശനം മതിയാക്കി മടങ്ങി. അതിനിടയിലും അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഗവൺമെൻറ്റിന് പൂർണ്ണ പിന്തുണ ആവർത്തിച്ച് പ്രഖ്യാപിച്ചു. ഗ്ലോബൽ സൗത്തിൻ്റെ ഭൂരിഭാഗവും പ്രധാന ശക്തികളും ബ്രിക്സിലെ പങ്കാളികളുമായ റഷ്യയും ചൈനയും ഇവരോട് അകലം പാലിക്കുമ്പോൾ ഇന്ത്യയുടെ ഉന്നതതല രാഷ്ട്രീയ അംഗീകാരം ധാർമ്മികമായ വ്യക്തതയില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപലപനീയമായ വ്യതിയാനമാണ്.
ഈ ദുരന്തത്തിന്റെ പ്രതിധ്വനികൾ ഭൂഖണ്ഡത്തിനപ്പുറം പടരുന്നു. ഇന്ത്യയുടെ നിലപാട് ഈ ക്രൂരതയ്ക്ക് നിശബ്ദ അംഗീകാരം നൽകുന്നു. ഇത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇറാനിയൻ മണ്ണിലെ ബോംബാക്രമണങ്ങളെയും ടാർഗറ്റഡ് കൊലപാതകങ്ങളെയും അപലപിക്കുന്നു. അവയെ ഗുരുതരമായ പ്രാദേശിക ആഗോള പ്രത്യാഘാതങ്ങളുള്ള അപകടകരമായ എസ്കലേഷനായി കരുതുന്നു. ഞങ്ങൾ ഇറാനിയൻ ജനതയ്ക്കും ലോകമെമ്പാടുമുള്ള ഷിയ സമുദായങ്ങൾക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നുള്ള അനുശോചനം അറിയിക്കുന്നു. ഇന്ത്യയുടെ വിദേശ നയം സമാധാനപരമായ തർക്ക പരിഹാരത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഇത് ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 51 പ്രതിഫലിക്കുന്നുണ്ട്. പരമാധികാര സമത്വം, ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാതിരിക്കൽ, സമാധാന പ്രോത്സാഹനം, ഈ 3 തത്വങ്ങൾ ചരിത്രപരമായി ഇന്ത്യയുടെ നയതന്ത്ര ഐഡന്റിറ്റിയുടെ അടിസ്ഥാനമാണ്. നിലവിലെ മൗനം തന്ത്രപരമല്ല, മറിച്ച് നമ്മുടെ പ്രഖ്യാപിക്കപ്പെട്ട മൂല്യങ്ങളോടുള്ള വഞ്ചനയാണ്. ഇത് പ്രതിഷേധാർഹമാണ്. ഇന്ത്യക്ക് ഈ സംഭവം അപലപനീയം തന്നെയാണ്. ഇറാനുമായുള്ള നമ്മുടെ ബന്ധങ്ങൾ സാംസ്കാരികവും തന്ത്രപരവുമാണ്. 1994 ഇസ്ലാമിക് സഹകരണ സംഘടനയിലെ ചില ശക്തികൾ കാശ്മീരിനെ കുറിച്ച് UN മനുഷ്യാവകാശ കമ്മീഷനിൽ ഇന്ത്യക്കെതിരെ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ടെഹ്റാൻ നിർണായകമായി ഇടപെട്ടതിനെ തടഞ്ഞിരുന്നു. ആ ഇടപെടൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെ നിർണായക ഘട്ടത്തിൽ കാശ്മീർ വിഷയത്തിന്റെ അന്താരാഷ്ട്രവൽക്കരണം തടയുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച ഇടപെടലായിരുന്നു. ഇറാൻ ഇന്ത്യയുടെ നയതന്ത്ര സാന്നിധ്യത്തെ പാകിസ്ഥാൻ അതിർത്തിക്കടുത്ത സഹേദാനിൽ അനുവദിക്കുകയും അത് ഗ്വാദാർ തുറമുഖവും ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറും തടസ്സപ്പെടുത്തുന്ന തന്ത്രപരമായ കൗണ്ടർ ബാലൻസുമായിരുന്നു. നിലവിലെ ഗവൺമെന്റ് 2001 ഏപ്രിലിലെ അടൽ ബിഹാരി വാജ്പേയിയുടെ തെഹ്റാൻ സന്ദർശനം ഓർക്കണം. അദ്ദേഹം ഇറാനുമായുള്ള സാംസ്കാരിക സമകാലീന ബന്ധങ്ങളെ ഊഷ്മളമായി കൊണ്ടുപോയിരുന്നു. ആ ദീർഘകാല പാരമ്പര്യം ഇപ്പോഴത്തെ ഗവൺമെന്റിന് അപ്രസക്തമാകുന്നത് എങ്ങനെയാണ്? ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധങ്ങൾ പ്രതിരോധം, കൃഷി, സാങ്കേതിക വിദ്യ എന്നിവയിലൂടെ വികസിച്ചു എങ്കിലും ടെഹ്റാനും ടെല്ലവീവും തമ്മിലുള്ള സന്തുലനം നിലനിർത്തി സംയമനം ആവശ്യപ്പെടാനുള്ള നയതന്ത്ര സ്വാധീനം നമുക്കുണ്ട്. പക്ഷേ അത് വിശ്വാസ്യതയെ ആശ്രയിക്കുന്നു, മൂല്യങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന വിശ്വാസ്യത, മറിച്ച് പ്രായോഗികതയെ മാത്രം നോക്കിക്കൊണ്ടുള്ള ഇടപെടൽ അല്ല. ഇത് ധാർമ്മികമായി മാത്രമല്ല തന്ത്രപരമായും അനിവാര്യമാണ്. ഗൾഫിലുടനീളം 10 മില്യണോളം ഇന്ത്യക്കാർ താമസിക്കുന്നു. ഗൾഫ് യുദ്ധം മുതൽ യമൻ, ഇറാഖ്, സിറിയ വരെയുള്ള പ്രതിസന്ധികളിൽ നമ്മുടെ പൗരന്മാരെ രക്ഷിക്കാനുള്ള കഴിവ് നിഷ്പക്ഷതയിലും സ്വതന്ത്ര നിലപാടിലുമുള്ള വിശ്വാസ്യതയിലാണ് സംഭവിച്ചത്, അല്ലാതെ ഏതെങ്കിലും വൻ ശക്തിയുടെ പ്രോക്സി ആയിട്ടല്ല. ആ വിശ്വാസ്യത യാദൃച്ഛികമല്ല. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചേരിചേരൻ നയം നിഷ്ക്രിയ നിഷ്പക്ഷതയല്ല, മറിച്ച് തന്ത്രപരമായ സ്വയംഭരണത്തിൻ്റെ ഉറച്ച അവകാശവാദമാണ്. വൻ ശക്തികളുടെ മത്സരങ്ങളിൽ അടങ്ങാതിരിക്കലാണ്. ഇപ്പോഴത്തെ നിമിഷം ആ സ്ഥാനം ദുർബലപ്പെടുത്തുന്നുവോ എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ശക്തരുടെ ഏകപക്ഷീയ ആക്രമണത്തോടുള്ള ഈ മൗനം തത്വങ്ങളിൽ നിന്നുള്ള പിൻവാങ്ങലാണ്, നമ്മുടെ പാരമ്പര്യത്തെ തള്ളിപ്പറയലാണ്. ഇത് ചരിത്രത്തിന് മാത്രമല്ല ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കും നിർണായകമാണ്. ഗ്ലോബൽ സൗത്തിനെ പ്രതിനിധീകരിക്കാൻ ആഗ്രഹിക്കുന്ന നമുക്ക് കീഴടങ്ങളിലെ ദൃശ്യം യഥാർത്ഥ നഷ്ടമാണ്. പരമാധികാരം പ്രത്യാഘാതമില്ലാതെ അവഗണിക്കപ്പെടുമ്പോൾ ഇറാൻ പോലെ ചെറിയ രാജ്യങ്ങൾ ശക്തരുടെ തോന്നിയവാസത്തിന് ഇരയാകുന്നു. ഇന്ത്യ ദുർബലരെ നിർബന്ധത്തിൽ നിന്ന് സംരക്ഷിക്കുന്ന നിയമാധിഷ്ഠിത ക്രമത്തിനായി വാദിക്കുന്നുണ്ട്. പക്ഷേ പരീക്ഷണം അസൗകര്യമാകുമ്പോൾ മൗനം പാലിക്കുന്നത് ആ വാദത്തെ പൊള്ളയാക്കുന്നു. ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങൾ നാളെ തങ്ങളുടെ സമഗ്രതയെ സംരക്ഷിക്കാൻ ഇന്ത്യയെ എങ്ങനെ വിശ്വസിക്കും? ഈ അസ്ഥിരത പരിഹരിക്കാനുള്ള വേദി പാർലമെന്റാണ്. അത് ചേരുമ്പോൾ അന്താരാഷ്ട്ര ക്രമത്തിൻ്റെ തകർച്ചയെക്കുറിച്ചുള്ള ഈ ധിക്കാരമായ മൗനം തുറന്ന് ചർച്ച ചെയ്യണം, ഒഴിഞ്ഞു മാറരുത്. വിദേശ നേതാവിൻ്റെ കൊല, മാനദണ്ഡങ്ങളുടെ അപജയം, പടിഞ്ഞാറൻ ഏഷ്യയിലെ അസ്ഥിരത, ഇവ ഇന്ത്യയുടെ താല്പര്യങ്ങളെയും ധാർമ്മികതയെയും നേരിട്ട് ബാധിക്കുന്നതാണ്. ഇന്ത്യ ദീർഘകാലമായി വസുധൈവ കുടുംബകം, ലോകം ഒരു കുടുംബമാണ് എന്ന ആശയം ഉദ്ധരിക്കുന്നുണ്ട്. ആ സാംസ്കാരിക ധാർമ്മികത ആഘോഷത്തിനുള്ള കേവല മുദ്രാവാക്യമല്ല, നീതി, നിയമം, സംവാദം എന്നിവയ്ക്കുള്ള പ്രതിബദ്ധതയാണ്. നമുക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ പോലും അതാണ്. നിയമാധിഷ്ഠിത ക്രമം സമ്മർദ്ദത്തിലാകുമ്പോൾ മൗനം ഒഴിവാക്കേണ്ടതാണ്. ഇന്ത്യ പ്രാദേശിക ശക്തിയായിരുന്നതിനപ്പുറം ലോകത്തിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആകാൻ ആഗ്രഹിച്ചിരുന്നു. അത് പരമാധികാരം, സമാധാനം, അഹിംസ, നീതി എന്നിവയ്ക്കായി സംസാരിക്കാനുള്ള സന്നദ്ധതയിലാണ് രൂപം കൊണ്ടിട്ടുള്ളത്. ഈ നിമിഷത്തിൽ ആ ധാർമ്മിക ശക്തിയെ വീണ്ടും കണ്ടെത്തി വ്യക്തതയോടെയും പ്രതിബദ്ധതയോടെയും ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള അടിയന്തര സാഹചര്യം ആഗതമായിരിക്കുന്നു എന്നാണ് സോണിയാഗാന്ധി പറയുന്നത്. സോണിയ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മളെ ഒരു നിർണായക ഘട്ടത്തിൽ, അവരുടെ നിലനിൽപ്പിന് പോലും ബാധിക്കുമായിരുന്ന ഒരു നിർണായക ഘട്ടത്തിൽ പിന്തുണച്ച, UN പോലും സ്വാധീനം ചെലുത്തും വിധം നമ്മുടെ ഐഡൻറ്റിറ്റിയെ പിന്തുണച്ച ഒരു രാജ്യത്തെ ഈ ഘട്ടത്തിൽ നമ്മൾ ഇങ്ങനെ വഞ്ചിക്കരുതായിരുന്നു എന്നാണ് സോണിയ പറയുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യൻ ഭരണകൂടത്തിൻ്റെ ഭാഗമായതിനു ശേഷം കഴിഞ്ഞ 2 ദശകങ്ങളായി ആഗോളതലത്തിൽ
ആഗോളതലത്തിൽ സ്വീകരിച്ചു വരുന്ന വിദേശ നയത്തിൻ്റെ വ്യതിയാനം നമ്മളെ ബാധിക്കാൻ പോകുന്നത് ഭാവിയിലാണ്. അത്തരത്തിൽ ഇന്ത്യ ഒരു ധൈര്യപൂർവ്വം മുന്നോട്ട് നിൽക്കുന്ന, ലോകത്തിൻ്റെ മുന്നിൽ വ്യക്തമായ ഐഡൻറ്റിറ്റിയോടെ നിൽക്കുന്ന ഒരു രാഷ്ട്രം എന്നുള്ള നിലയിൽ നിന്നും തലകുനിച്ച് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുകയാണോ ഭീതിയുടെ പുതിയ കാലത്ത് ട്രംപിനും നെതന്യാഹുവിനും കീഴടങ്ങിക്കൊണ്ടുള്ള ഈ പോക്ക് എന്നുള്ള ആശങ്ക ഓരോ പൗരനിലും ഉണ്ടാക്കുകയാണ് ഈ കാര്യത്തിലെ നമ്മുടെ നിലപാട്. അത് ചൂണ്ടിക്കാണിക്കുകയാണ് സോണിയാഗാന്ധി ചെയ്യുന്നത്. വരും നാളുകളിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു നിലപാട് കൂടിയാണ് അത്. നന്ദി, നമസ്കാരം.